സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് അല്പസമയത്തിനകം മോദി രാഷ്ട്രപതിയെ കാണും. മറ്റന്നാളാണ് എൻഡിഎ സർക്കാർ അധികാരത്തിലേറുക. മന്ത്രിസഭയിൽ ആരൊക്കെ, ഘടകകക്ഷിക്ക് എത്ര സീറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച തുടരുകയാണ്. ബിജെപി നിർദ്ദേശിച്ച ഒരു ക്യാബിനറ്റ് മന്ത്രിയും 2 സഹമന്ത്രി സ്ഥാനവും ടിഡിപിയും ജെഡിയുവും തള്ളിയതായാണ് സൂചന. നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ സമാധാനപരമായി പരിപൂർണ സമ്മതത്തോടുകൂടി ആ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഒപ്പം കേരളം ഉറ്റുനോക്കുന്നത് ആരെല്ലാം ഇവിടെ നിന്ന് മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്നുള്ളത് കൂടിയാണ്. എന്തെല്ലാമാണ് സ്ഥിരീകരിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ? അപർണ, ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി സ്വാഭാവികമായും പല കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് BJP ആദ്യഘട്ടത്തിൽ അത് മുഴുവനായി പരിഗണിക്കേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. TDP 4 മന്ത്രിമാർ വരെ അവകാശവാദം ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. JDU 3 മന്ത്രിമാർ വരെ വേണം എന്ന നിലപാടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ്. ഒപ്പം തന്നെ TDP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആവശ്യം സ്പീക്കർ സ്ഥാനമാണ്. അതും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന നിലപാടിലാണ് BJP ഉള്ളത്. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അനുവദിച്ച് നൽകിയേക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം 19 മന്ത്രിമാരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അത് സ്മൃതി ഇറാനിയും അതുപോലെ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ തുടങ്ങി ഒട്ടനവധി നേതാക്കൾ, ഇത് റാവു സാഹിബ് ധാണ്ഡെ, കുഷ്വൽ കിഷോർ, അതുപോലെ നിരഞ്ജൻ ജ്യോതി തുടങ്ങി 19 മന്ത്രിമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് BJPക്ക് നിരവധി പുതുമുഖങ്ങളെ ഇത്തവണ പരീക്ഷിക്കേണ്ടി വരും. ഏതായാലും പ്രതിരോധം, ധനകാര്യം, അതുപോലെ ആഭ്യന്തരം, വിദേശകാര്യം എന്നീ വകുപ്പുകൾ മറ്റാർക്കും നൽകേണ്ടതില്ല എന്നൊരു നിലപാടാണ്. പഞ്ചായത്തി രാജ്, ഗ്രാമവികസന വകുപ്പ് JDUവിന് നൽകാം എന്നൊരു നിലപാടുണ്ട്. അതേപോലെ തന്നെ വ്യോമയാന വകുപ്പ് മറ്റൊരു ഘടകകക്ഷിയായ NCPക്ക് നൽകാം എന്നൊരു നിലപാടുമുണ്ട്. ഒപ്പം തന്നെ ഈ ഹെവി ഇൻഡസ്ട്രീസ് എന്നത് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് നൽകാം എന്നാണ് ഇപ്പോഴുള്ള ഒരു നിലപാട്. ഒപ്പം ടൂറിസം, MSME, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ ജസ്റ്റിസ് തുടങ്ങിയ വകുപ്പുകളും ഘടകകക്ഷികളുമായി പങ്കുവയ്ക്കാം എന്നൊരു നിലപാടാണ്. ഏതായാലും ഏക്നാഥ് ഷിൻഡെയും ചിരാഗ് പാസ്വാനും തങ്ങളുടെ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം വേണം എന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കൃഷി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, യുവജനകാര്യക്ഷേമം തുടങ്ങിയ വകുപ്പുകളും നിലനിർത്തുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. BJP ഈ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും സുഷമ സ്വരാജിൻ്റെ മകളെ ഉൾക്കൊള്ളിക്കണം എന്നൊരു ആവശ്യം വലിയ തോതിൽ പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. ബൻസിരി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥിനെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ബൻസുരി സ്വരാജിനെ അവിടെ പരിഗണിക്കേണ്ടി വരും. മറ്റൊന്ന് ഈ ലതാ വാങ്ഡെയാണ്. ലതാ വാങ്ഡെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സാഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ലതാ വാങ്ഡെക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകണം എന്നൊരു ആവശ്യം അവിടെ നിന്ന് ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ നിന്ന്. അതോടൊപ്പം തന്നെ സവിത താക്കൂറിനെ സംബന്ധിച്ചും ഉള്ള ചർച്ചകൾ നടക്കുന്നു. ധാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സവിത താക്കൂർ വിജയിച്ചു വന്നത്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. ഇനി ശിവരാജ് സിംഗ് ചൗഹാൻ, വിദിഷയിൽ നിന്ന് ജയിച്ച ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിക്കണം. ഒരു പ്രധാന തസ്തിക മോദി ക്യാബിനറ്റിൽ ശിവരാജ് സിംഗ് ചൗഹാന് ഉണ്ടാകണം എന്ന പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. സ്വാഭാവികമായും ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിക്കും. VD ശർമ്മ, BJPയുടെ മധ്യപ്രദേശ് പ്രസിഡന്റ് കൂടിയാണ് VD ശർമ്മ. മധ്യപ്രദേശ് BJP വലിയ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഇത്തവണ കാഴ്ചവെച്ചു. സ്വാഭാവികമായും അതുകൊണ്ട് മധ്യപ്രദേശിന് കാര്യമായ ഒരു പരിഗണന ഈ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. നിത്യാനന്ദ റായ് ബീഹാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗമാണ്. ഇത് 3ാം തവണയാണ് നിത്യാനന്ദ റായ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിദ്യാർത്ഥി പരിഷത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച നിത്യാനന്ദ റായ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ വ്യക്തിയാണ്. മാത്രവുമല്ല അമിത്ഷായുമായി വളരെ അടുത്തയാളാണ്. സ്വാഭാവികമായും നിത്യാനന്ദ റായിയെയും അതുപോലെ ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളിനെയും പരിഗണിക്കണം എന്നൊരു നിലപാടുണ്ട്. മഹാരാജ്ഗഞ്ചിൽ നിന്ന് ഉള്ള ബീഹാറിലെ ലോക്സഭാ അംഗമാണ് ജനാർദ്ദൻ സിംഗ് സിഗ്രിവാൾ.
ഒപ്പം ലാലൻ സിംഗ് എന്ന ജനതാദൾ നേതാവിനെ സ്വാഭാവികമായും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു നീക്കം ഉണ്ട്. രാജീവ് രഞ്ജൻ എന്ന ലലൻ സിംഗിനെയും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജിതിൻ റാം മാഞ്ചി BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഘടകകക്ഷി നേതാവ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി മുൻ ബീഹാർ മുഖ്യമന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും ഗയയിൽ നിന്ന് ജയിച്ച ജിതിൻ റാം മാഞ്ചിയും ചിരാഗ് പാസ്വാനെയും ഈ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന് ഉറപ്പാണ്. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഈ മോദി സർക്കാരിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കണം എന്ന അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. 5 സീറ്റുകൾ ആണ് അവർക്ക് നൽകിയത്. ഈ 5 സീറ്റുകളിലും ജയിച്ചു കയറി എന്നത് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു നേട്ടമാണ്. ജയന്ത് ചൗധരിയാണ് മറ്റൊരു പ്രധാന നേതാവ്. NDAയുടെ പിന്നെ ഘടകകക്ഷിയായ RLD നേതാവ് അധ്യക്ഷൻ ജയന്ത് ചൗധരി ഒരു സുപ്രധാനമായ വകുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കാണുകയാണ്. ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ള വിവരങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയെ കാണുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുവിലേക്ക് വീണ്ടും. മനു, പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടിരിക്കുന്നു. അതായത് ഈ ഞായറാഴ്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത, അതിനു മുൻപ് സത്യപ്രതിജ്ഞ നടക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും കൃത്യമായ ചിത്രം ഈ മനു നേരത്തെ പറഞ്ഞു വന്നതുപോലെ ആരെല്ലാം പ്രധാന പദവികൾ ഉണ്ടാകാം, ഏതെല്ലാം വകുപ്പുകൾ ആർക്കൊക്കെ, ഘടകകക്ഷികൾക്ക് ഏതെല്ലാം തരത്തിലാണ് വകുപ്പുകൾ നീക്കിവെക്കുക, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം NDAയ്ക്കായിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? BJPക്ക് അകത്തുള്ള നേതാക്കളെ സംബന്ധിച്ചോളം കൃത്യമായ ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം ചില ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ഈ RLD പോലുള്ള ഘടകകക്ഷികൾ, ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ, ഇതെല്ലാം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഇനി TDPയെയും JDUവിനെയും ഏത് തരത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന ഒരു കാര്യം കൂടി കൂടുതൽ ചർച്ചയാകും. ഏതായാലും TDP ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നൽകാൻ BJP വൈമുഖ്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ജൂൺ 9 സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം 6 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞ. നിരവധി രാഷ്ട്രത്തലവന്മാർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാൽദീവ്സിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, അതുപോലെ നേപ്പാളിൽ നിന്നുള്ള പ്രധാനമന്ത്രി പുഷ്പ കമൽ ദാഹൽ തുടങ്ങിയവർ ഇങ്ങോട്ടേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യം ഉറപ്പാണ്. നേപ്പാൾ പ്രധാനമന്ത്രി 3 ദിവസത്തെ സന്ദർശനമായിരിക്കും ഇന്ത്യയിൽ നടത്തുക. പ്രധാനമന്ത്രി ഏതായാലും തൻ്റെ വിജയം റദ്ദ് ചെയ്യാൻ, അല്ലെങ്കിൽ വിജയം ഇല്ല എന്ന തരത്തിൽ താഴ്ത്തിക്കാണിക്കാനുള്ള ഒരു ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആരോപണം ഇന്ന് പാർലമെൻ്ററി യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. സ്വാഭാവികമായും അതിനെ കവച്ചു വയ്ക്കാൻ, ആ വിജയം ഒരു വലിയ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ജൂൺ 9 ഏതായാലും ഇത് സംബന്ധിച്ചുള്ള സത്യപ്രതിജ്ഞ നടക്കും എന്ന് വ്യക്തമായി. അതുപോലെ ജൂൺ 9 അനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിലേക്കുള്ള സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി സത്യപ്രതിജ്ഞകളും ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കുള്ള സന്ദർശകരുടെ വിലക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പുതിയ മുദ്രാവാക്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിക്കാണിച്ച ഒരു വാക്ക്, NDA എന്ന വാക്കിനെ ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ എന്നായിരിക്കും NDA എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾ എല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ വർണ്ണാഭമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നീങ്ങുക എന്നാണ് BJP ഉദ്ദേശിക്കുന്നത്. ഘടകകക്ഷികൾക്ക് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ കൂടുതൽ സമയം വേണം എന്നൊരു നിലപാടിലേക്കാണ് BJP നീങ്ങുകയും ചെയ്യുന്നത്. റൈറ്റ്. നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു. സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ഘടകകക്ഷികളുടെ പിന്തുണ കത്തും രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഞായറാഴ്ച സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ് NDA സർക്കാർ. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.